അസ്സലാമു അലൈക്കും, നമസ്കാരം. ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇന്ന് എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും അറിയാം. കാരണം നിഫ്റ്റി ഏകദേശം 2% 460 പോയിന്റോളമാണ് താന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായി. ഹോൾ ടൈം ഹൈയിൽ നിന്നിരുന്ന സാധനം കഴിഞ്ഞ 2 ദിവസമായിട്ട് മൈനസിലാണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം 1-2 കാരണങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് IMF നമ്മുടെ ഗീതാ ഗോപിനാഥ് നടത്തിയൊരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. അമേരിക്കൻ ബോൾഡ് ഈൽഡ് കുറയുകയും ആളുകൾ അത് സ്വിച്ച് ചെയ്ത് മാർക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരു മാസത്തിലുള്ള FIAയുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടന്നു. പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതോടുകൂടി കുറച്ചുകൂടി ആളുകൾ വീണ്ടും ബോണ്ടിലേക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് മാത്രം FIA ഏതാണ്ട് 10,000 കോടിയുടെ നെറ്റ് സെല്ലാണ് നടത്തിയത്. അതൊരു കാരണമായി. അതോടൊപ്പം തന്നെ ഡോളറിൻ്റെ വാല്യുവേഷൻ കൂടുന്നു. അപ്പോൾ ഡോളറിൻ്റെ വാല്യുവേഷൻ കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ കമ്പനികളുടെ ഈ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയും. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൈസ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന വാല്യുവേഷൻ കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഡിഫറൻസ് വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രഷറും അവർക്കുണ്ടായിരുന്നു. പിന്നെ HDFCയുടെ റിസൾട്ട് വന്നത് വലിയൊരു പ്രശ്നമായി. ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് താന്നു. അതിൻ്റെ ഒപ്പം തന്നെ പറയപ്പെടുന്നത് ഇപ്പോൾ 22,000 വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ PE ഏതാണ്ട് 22% മറ്റോ ആണ്. 22 വന്ന് നിന്നപ്പോൾ അതും ഒരു ഹൈ വാല്യുവേഷനിൽ തന്നെ നിൽക്കുന്നേ എന്നുള്ളൊരു ടെൻഷനും ആളുകളുടെ ഇടയിലുണ്ട്. നമുക്ക് നാളെയും കൂടി നോക്കാം മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു നെഗറ്റീവ് ട്രെൻഡ് തന്നെ ആയിരിക്കും നാളെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷന് മുമ്പ് സാധാരണ നിഫ്റ്റി റാലി തന്നെയാണ് നടത്താറ്. അതിലൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഫെഡ് റേറ്റ് കുറയ്ക്കാത്തതിൻ്റെ ഒരു കാരണമാണ്. HDFCയുടെ റിസൾട്ടിൻ്റെ കാരണമാണ്. ഡോളറിൻ്റെ വാല്യുവേഷനിൽ വരുന്ന വ്യത്യാസമാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ്. പിന്നെ PE, നമ്മുടെ നിഫ്റ്റിയുടെ PEയും ഹൈ വാല്യുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി മിഡ് ക്യാപ്സോ സ്മോൾ ക്യാപ്പിലൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ഒരു മാസത്തിൽ വളരെ വലിയ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വലിയ വാല്യുവേഷൻ ഭയങ്കര ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നാളെ നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ.